വേഗം വരുന്നവനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ദൈനംദിന അപ്പം എന്ന അനുദിന വചനചിന്തയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് സ്വർഗത്തിൽ സന്തോഷം എന്ന വിഷയത്തെ ആസ്പദമാക്കി ചില കാര്യങ്ങളെ നമുക്ക് ചിന്തിക്കാം. അതിനാധാരമായ ഒരു വാക്യം വായിക്കാം. ലൂക്കോസ് 15-ാം അധ്യായം 10-ാം വാക്യം. അങ്ങനെ തന്നെ മാനസാന്തരപ്പെടുന്ന ഒരു പാപിയെ കുറിച്ച് ദൈവദൂതന്മാരുടെ മധ്യേ സന്തോഷം ഉണ്ടാകും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. നാം ജീവിക്കുന്ന ഈ ലോകമുണ്ട്, പാതാളവും സ്വർഗവുമുണ്ട്. നമ്മുടെ ഭൗതിക നേത്രങ്ങൾ കൊണ്ട് നമുക്ക് ഈ ഭൂമിയിലെ കാര്യങ്ങൾ കാണാൻ കഴിയും. എന്നാൽ നമ്മുടെ ഭൗതിക നേത്രങ്ങൾ കൊണ്ട് നമുക്ക് സ്വർഗീയ കാര്യങ്ങൾ കാണാൻ കഴിയുകയില്ല. വിശുദ്ധ ഗ്രന്ഥത്തിലെ വാക്കുകൾ നമുക്ക് സ്വർഗീയ കാര്യങ്ങൾ വിശദീകരിക്കുന്നു. ഇപ്പോൾ സ്വർഗത്തിൽ എന്താണ് സംഭവിക്കുന്നത് എന്നതുപോലെയുള്ള അത്ഭുതകരമായ കാര്യങ്ങളെക്കുറിച്ച് അത് നമ്മോട് പറയുന്നു. ആകാശവും ഭൂമിയും തമ്മിലുള്ള ഐക്യത്തെക്കുറിച്ചും. ഒരു പാപി പശ്ചാത്തപിക്കുമ്പോൾ സന്തോഷം അവന്റെ ആത്മാവിന് മാത്രമല്ല, അവന്റെ കുടുംബത്തിനും മാത്രമല്ല, മുഴുവൻ സ്വർഗത്തിനും കൂടിയാണ്. കർത്താവായ യേശു പറഞ്ഞു, ഞാൻ നിങ്ങളോട് പറയുന്നു, മാനസാന്തരപ്പെടുന്ന ഒരു പാപിയെ കുറിച്ച് സ്വർഗത്തിൽ വലിയ സന്തോഷമുണ്ടാകും എന്ന്. ഇത് ലൂക്കോസ് 15-ാം അധ്യായം 7-ാം വാക്യത്തിലും അത്തരം സന്തോഷം സ്വർഗത്തിൽ മാത്രമല്ല, ദൈവത്തിന്റെ എല്ലാ ദൂതന്മാർക്കും ഉണ്ടെന്ന് ലൂക്കോസ് 15-ാം അധ്യായം 10-ാം വാക്യത്തിലും കാണാൻ സാധിക്കുന്നു. കാൽവറിയിലെ ദൈവത്തിന്റെ ക്രൂശ് ആകാശത്തെയും ഭൂമിയെയും ഒന്നിപ്പിക്കുന്നു. നമ്മുടെ ആത്മാവ് ഭൂമിയിലും സ്വർഗത്തിലും ജീവിക്കും. നമ്മുടെ മരണസമയത്ത് പൊടി അതേപടി ഭൂമിയിലേക്ക് മടങ്ങും. ആത്മാവ് അത് നൽകിയ ദൈവത്തിലേക്ക് മടങ്ങും. ഇത് സഭാപ്രസംഗി 12-ാം അധ്യായം 7-ാം വാക്യത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. എന്നാൽ ആത്മാവ് മാത്രമാണ് നിത്യതയിലേക്ക് കടന്നു പോകുന്നത്. വീണ്ടെടുക്കപ്പെട്ട ആത്മാവ് സ്വർഗാവകാശിയാകും. എന്നാൽ ആത്മാവ് നാശത്തിലാകുകയും പാപങ്ങളിൽ മരിക്കുകയും ചെയ്താൽ അത് ശാശ്വതമായ ശിക്ഷയിലേക്കും നിത്യമരണത്തിലേക്കും പോകും. അതുകൊണ്ടാണ് നമ്മുടെ കർത്താവായ യേശു ഒരു സുപ്രധാന ചോദ്യം നമ്മുടെ മുൻപിൽ വെക്കുന്നത്. ഒരു മനുഷ്യൻ സർവ്വലോകം നേടിയാലും തന്റെ ആത്മാവിനെ നഷ്ടപ്പെടുത്തിയാൽ അവൻ എന്ത് പ്രയോജനം എന്ന്. ഇത് മർക്കോസ് 8-ാം അധ്യായം 36-ാം വാക്യത്തിൽ കാണാൻ സാധിക്കുന്നു. ഈ ലൗകിക ജീവിതം അവസാനിച്ചതിനു ശേഷം നിങ്ങളും നിങ്ങളുടെ എല്ലാ കുടുംബാംഗങ്ങളും സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കണം. ആ അത്ഭുതകരമായ വെളിച്ചത്തിന്റെ ദേശത്തേക്ക് അത്യുന്നതനായ കാനാൻ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് നിറഞ്ഞു. ഒരു മനുഷ്യനെ വീണ്ടെടുക്കുമ്പോൾ സാത്താനും പാതാളവും പരാജയപ്പെടുന്നു. സാത്താന്റെ കുതന്ത്രങ്ങൾ പൂർണ്ണമായും നശിക്കുന്നു. മാത്രമല്ല, ആ ആത്മാവ് സ്വർഗത്തിലേക്ക് ഉയർത്തപ്പെടുകയും ചെയ്യുന്നു. ആത്മാവ് സ്വർഗത്തിൽ നിത്യമായി സന്തോഷിക്കുമ്പോൾ ആ സന്തോഷം ദശലക്ഷക്കണക്കിന് മടങ്ങ് വർദ്ധിക്കുന്നു. ദൈവത്തിന്റെ സന്നിധിയിൽ, ദൈവത്തിന്റെ വിശുദ്ധന്മാരോടൊപ്പം, ദൈവത്തിന്റെ ദൂതന്മാരോടൊപ്പം. മാത്രമല്ല, ഒരു പാപി അനുതപിക്കുമ്പോൾ നമ്മുടെ ഓരോരുത്തരുടെയും വീണ്ടെടുപ്പിനായി തന്റെ ജീവൻ നൽകിയ കർത്താവായ യേശു അവന്റെ ഹൃദയത്തിൽ അത്യധികം സന്തോഷിക്കും. ക്രൂശിലെ തന്റെ പരമമായ ത്യാഗവും സഹനവും വെറുതെ ആയില്ല എന്ന സന്തോഷത്താൽ അവൻ നിറയും. അവൻ തന്റെ ആത്മാവിന്റെ അധ്വാനം കണ്ട് തൃപ്തനാകും എന്ന് യെശയ്യാവ് 53-ാം അധ്യായം 11-ാം വാക്യത്തിൽ കാണാൻ സാധിക്കും. ദൈവമക്കളെ, നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ മുഖത്ത് സന്തോഷവും സംതൃപ്തിയും കാണുക എന്നത് നമുക്ക് ലഭിച്ച വലിയൊരു പദവിയും അനുഗ്രഹവുമാണ്. നിങ്ങളുടെ ഭവനം നീതിയുടെ ഭവനമായിരിക്കട്ടെ. സന്തോഷത്തിന്റെയും രക്ഷയുടെയും ശബ്ദം നീതിമാന്മാരുടെ കൂടാരങ്ങളിലാണ്. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. കൂടുതൽ ധ്യാനത്തിനുള്ള വാക്യം സങ്കീർത്തനങ്ങൾ 13-ാം അധ്യായം 5-ാം വാക്യം. എന്റെ ഹൃദയം നിന്റെ രക്ഷയിൽ സന്തോഷിക്കും. ഇന്നത്തെ ബൈബിൾ വായന രാവിലെ സഭാപ്രസംഗി 10, 11, 12 അധ്യായങ്ങൾ. വൈകുന്നേരം ഗലാത്യർ 1-ാം അധ്യായം. ആമേൻ.